ഏതൊരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട 3-4 പോയിന്റ്സ് ചോദിച്ചാൽ എന്തായിരിക്കും ആദ്യം പറയാം? അദ്ദേഹം വാങ്ങിക്കുന്ന കാശ് 100 രൂപയാണെങ്കിൽ 400 രൂപയുടെ പെയിൻ നമ്മൾ തീർക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ബിസിനസ് വിജയിക്കും. പക്ഷെ അതൊരു പരമ്പരാഗത കച്ചവടക്കാരാണ്. ഈ പരമ്പരാഗത കച്ചവടക്കാരും ഇപ്പോൾ പുതിയ ഒരു ന്യൂജൻ എൻ്റർപ്രണറും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സാധാരണ ഇതൊരു ഹോട്ടലിൽ വിലയിടുന്നത് ആ ഹോട്ടലിൽ കഴിഞ്ഞ 5 വർഷം വന്നിട്ടുള്ള ഇൻകത്തിന് ഈക്വലൻ്റ് ആയിട്ടാണ് വില കൂട്ടുന്നത്. ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ കൂടി ബിസിനസ്സിലേക്ക് വരുമ്പോൾ 2 ബിസിനസ് മാൻ, 2 വ്യാപാരികളാണ്. വരുന്നത് മുഴുവൻ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ വിട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് ചിലവാക്കണം. പ്രശസ്ത ബിസിനസ് കോച്ച്, മൈൻഡ് ട്രെയിനർ ഡോക്ടർ PP വിജയനാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ ബിസിനസ് ട്രെയിനിങ് വളരെ വ്യാപകമാണ്, പോപ്പുലറാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ ബിസിനസ് നമ്മളിപ്പോൾ നീന്തൽ ഒരാളെ തിയററ്റിക്കലായി പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ബിസിനസ് എത്ര ശതമാനം തിയറിയും എത്ര ശതമാനം പ്രാക്ടീസുമാണ്? നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചില തിയറികൾ അത്യന്താപേക്ഷിതമാണ്, ചിലത് തിയറി കൊണ്ട് പ്രയോജനം ഇല്ലാത്ത ഏരിയയാണ്, പ്രാക്ടിക്കലാണ്. ഫോർ എക്സാമ്പിൾ, ബിസിനസ്സിനകത്ത് നമ്മളിപ്പോൾ പിന്നെ 1 കോടി രൂപ ബിസിനസ്സിന് മുടക്കുക, അത് എത്ര സമയം കൊണ്ട് തിരിച്ച് അക്കൗണ്ടിലേക്ക് തിരിച്ച് സ്റ്റോക്ക് എടുക്കുക. 1 കോടി രൂപയുടെ സ്റ്റോക്ക് എടുക്കുകയാണ്, ഇപ്പോൾ ടെക്സ്റ്റൈലാണ്, ഗോൾഡാണ്. അപ്പോൾ എത്ര സമയം കൊണ്ട് അത് തിരിച്ച് അക്കൗണ്ടിനകത്തൊരു ഡിജിറ്റായിട്ട് കയറും. അപ്പം വളരെ പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന്. ആമസോണൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറിൽ പറ്റും. ചിലത് നമ്മളിപ്പോൾ ഈ ഫിഷ് പോലെ, മീറ്റ് പോലെ ഇതൊക്കെ ഏതാനും ചിലപ്പോൾ 1 ദിവസം കൊണ്ട് പറ്റും. ഫർണിച്ചറാണെങ്കിൽ 6 മാസമൊക്കെ എടുക്കും. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ചിലപ്പം 4 വർഷം 3 വർഷം എടുക്കും. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഈ ലാഭം ഇരിക്കുന്നത് ഇറക്കിയ പൈസ എത്ര മണിക്കൂർ കൊണ്ട് തിരിച്ച് അക്കൗണ്ടിനകത്തോട്ട് വിൽപ്പനയും കഴിഞ്ഞ് ലാഭം എടുത്ത് തിരിച്ച് കയറും. ഇതിന് പറയുന്നത് വെലോസിറ്റി എന്നാണ്. അപ്പോൾ വെലോസിറ്റി നോക്കാതെ, ആ തിയറി നോക്കാതെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കത്തില്ല. മിനിമം ഒരു ബിസിനസ് ഫണ്ട് ചെയ്യണമെന്നൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷയിൽ ഒത്തിരി പേര് ഫണ്ട് ചെയ്യുന്നവരുണ്ട്. ഫണ്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മൾ നോക്കുന്നൊരു കാര്യം അവരുടെ വെലോസിറ്റിയാണ്. വളരെ പെട്ടെന്ന് ഇപ്പം ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഭയങ്കര ലാഭം വരുന്നത്? ഉണ്ടാക്കി ഒരു 8-10 മണിക്കൂറിനകത്ത് ക്യാഷായിട്ട് തിരിച്ച് കയറും. അത് തിയറിയാണ്. അപ്പോൾ ആ തിയറി വെച്ച് തന്നെ ചെയ്താൽ മാത്രമേ നമുക്കത് വലിയ ട്രിപ്പിൾസ് എന്ന് പറയും, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ആ സാധനം നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണം. എക്സസ് സ്റ്റോക്ക് ഒരിക്കലും ഇരിക്കരുത്. ഇറങ്ങിയ സാധനം ക്യാഷായിട്ട് തിരിച്ച് കയറണം. അപ്പം ചില കാര്യത്തിനകത്ത് അങ്ങനെയല്ല. ചില കാര്യത്തിനകത്ത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ചെയ്ത് ഒരു വിസ്ഡം അതിനകത്തോടെ വരികയും വേണം. അപ്പോൾ ഈ കൂടുതലും ഈ ബിസിനസ് പഠിക്കേണ്ട എന്നൊക്കെ പറയുന്നത് ചെറിയ ബിസിനസ്സുകളാണ്. ഇപ്പോൾ നമ്മളൊരു റോഡ് സൈഡിലൊരു ചെറിയ റെസ്റ്റോറൻറ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 3-4 പേരൊക്കെയുള്ള ബിസിനസ് നമ്മൾ പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് അറിയാവുന്ന ഒരാൾക്ക് അങ്ങ് തുടങ്ങും. പക്ഷേ നമ്മളൊരു 200 പേരെ വെച്ച് ചെയ്യുന്നൊരു ബിസിനസ്സിന് ശരിക്കും പഠിച്ച് സകല തിയറിയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അത് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെയല്ല, നമ്മളൊരു 10-20 പാർട്ട്നേഴ്സ് ഒന്നിച്ച് ചേർന്ന അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എല്ലാ തിയറികളും നമ്മൾ നോക്കി. പിന്നെ ഈ ബിസിനസ്സിനകത്ത് ഒരു തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ബിസിനസ്സിനകത്ത് ഉടമസ്ഥൻ ഒരു പൈസ പോലും എടുക്കാൻ പാടില്ല. പൈസ എടുക്കുന്നതിന് മുമ്പ് പ്രൊസീജിയറുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കിയ പൈസയാണ്, എൻ്റെ പണമാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുന്നതിന് പകരം ഡൈവേർഷൻ വരരുത്. അപ്പോൾ ബിസിനസ്സിനകത്ത് എടുക്കുകയാണെങ്കിൽ പ്രത്യേകം വിഡ്രോയിൽ കാണിച്ചിട്ട് അത്യാവശ്യം 500 എടുത്ത് പോക്കറ്റ് ഇടാൻ പാടില്ല. അത് അവസാനം കണക്ക് കൂട്ടുമ്പോഴൊക്കെ വലിയ പ്രശ്നമായി അവസാനം വലിയ കേസിൽ പോകും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ഗ്രൂപ്പിന് വേണ്ടി ഇറക്കിയപ്പോഴത്തേക്കും 200 പേരോളം ലോകമെമ്പാടും വലിയ ബിസിനസ് നടത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ 30,000 കോടി 50,000 കോടി 80,000 കോടിയൊക്കെ ഉള്ള ബിസിനസ് നടത്തിയതിന് ശേഷം ഇപ്പോൾ ഭയങ്കര അത്ഭുതം, ജോലിക്ക് പോകുന്നവരുണ്ട്. ഇത് 80,000 കോടി. നമ്മുടെ ജെറ്റ് എയർവേസ് പോലെ 85,000 crores കൊണ്ട് കടന്ന ആൾ ചികിത്സയ്ക്ക് വൈഫിന് ക്യാൻസർ ചികിത്സയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല. അത് മൊത്തം എടുത്ത് അതിൻ്റെ റീസൺസ് കൂടെ വെച്ചാണ് ഞാൻ എടുത്തത്. അതിനെല്ലാം വരുമ്പോഴത്തേക്കും ലീഗൽ ഇഷ്യൂ, ഫണ്ട് ഡൈവേർഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫണ്ട് ഡൈവേർഷനാണ് പ്രധാനമായും. ഫണ്ട് ഡൈവേർഷൻ, മിസ്മാനേജ്മെന്റ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ നഗരമാണ്. പക്ഷെ അതൊരു പരമ്പരാഗത കച്ചവടക്കാരാണ്. ഈ പരമ്പരാഗത കച്ചവടക്കാരും ഇപ്പോൾ പുതിയ ഒരു ന്യൂജൻ എൻ്റർപ്രണറും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരായിരിക്കും പഠിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞു ഒരു പരമ്പരാഗത കച്ചവടക്കാരനൊന്നും പഠിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെ,
അത് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിനകത്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റോ സർവീസ് ഇല്ലാത്തത് കൊണ്ട് സഫർ ചെയ്യുന്ന കുറേ ജനങ്ങൾ കാണും. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കണം ഒരു ബിസിനസ്മാൻ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കി ആ ഒരു പരിഹാരം, സൊല്യൂഷൻ, സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും. അപ്പം ഇതില്ലെങ്കിൽ ജനത്തിന് ഒരുപാട് പെയിനുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുക വഴി അയാളുടെ പെയിൻ അങ്ങ് ഇല്ലാതാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം ഇയാൾക്ക് കിട്ടുന്ന കാശ് ഇവരുടെ മൊത്തം പെയിൻ്റെ, അപ്പോൾ ഇദ്ദേഹം വാങ്ങിക്കുന്ന കാശ് 100 രൂപയാണെങ്കിൽ 400 രൂപയുടെ പെയിൻ നമ്മൾ തീർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബിസിനസ് വിജയിക്കും. അപ്പോൾ ഏറ്റവും നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരു പെയിൻ ഇല്ലാതാക്കുന്നുണ്ടോ, മാർക്കറ്റ് സ്റ്റഡി നടത്തണം, മാർക്കറ്റ് റിസർച്ച് തന്നെ ചെയ്യണം. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, അപ്പോൾ നമ്മൾ പെയിൻ ഉള്ളത് മാത്രമേ ഇറക്കാവൂ. ആ പെയിൻ തീരുകയും ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ വലിയൊരു ഓരോ കാലത്തിനനുസരിച്ചും ഈ ആവശ്യം മാറിക്കൊണ്ടിരിക്കുമല്ലോ. പുതിയ കാലഘട്ടത്തിൽ പുതിയ ആവശ്യങ്ങൾ വരും. ഉറപ്പായിട്ട് കഷണ്ടി ഒരു പെയിനാണ്, ഫേസ് മുഖമൊക്കെ കറുത്തിരിക്കുന്നത് ഒരു പെയിനാണ്, പല അസുഖങ്ങളും പെയിനാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പെയിനാണ്, വണ്ടിയിൽ സെക്യൂരിറ്റി ഇല്ലാത്തത് പെയിനാണ്, പ്രോപ്പർട്ടിക്ക് സെക്യൂരിറ്റി ഇല്ലാത്ത പെയിനാണ്, കുഞ്ഞുങ്ങൾ പുറത്തു പോയി എവിടെ പോകുന്നു എവിടെ തിരിച്ചു വരുന്നു അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് അവരുടെ കാർഡിൽ തന്നെ ഉണ്ടോ, അത് ആ ഒരു പെയിനാണ്. അവർ കൊടുത്താലേ പെയിൻ തീരുള്ളൂ. അങ്ങനെ ആ പെയിന് പരിഹാരമാണ് എല്ലാ പ്രൊഡക്റ്റുകളും. ഇനി രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി. അതായത് നമ്മൾ കൊടുക്കുന്ന സാധനം അബ്സല്യൂട്ട് ക്വാളിറ്റി ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ പിന്നെ ഐഫോണൊക്കെ ആദ്യം 1 ട്രില്യൺ എത്തിയത് അവരാണ്. ഓക്കെ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് പാടില്ല, നല്ല ക്വാളിറ്റി വേണം. മൂന്നാമത്തെ പോയിന്റ് എന്നറിയോ, ക്വാണ്ടിറ്റി. നല്ല സാധനമാണ്, പക്ഷെ വളരെ കുറച്ച് വിറ്റാൽ നമ്മൾ വിജയിക്കത്തില്ല. അപ്പോൾ ക്വാണ്ടിറ്റി വേണം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കുറവും ഡിമാൻഡ് ഭയങ്കര കൂടുതലും. ഓൾറെഡി സപ്ലൈ കൂടിയൊരു പ്രോഡക്റ്റ് ഇറക്കുകയോ ഇല്ല അങ്ങനത്തെ സർവീസ് കൊടുക്കുകയോ ചെയ്യരുത്. അപ്പോൾ സപ്ലൈ ലെസ്. അപ്പോൾ ഇതൊക്കെ ഈ ബിസിനസ്സിൻ്റെ ഡിമാൻഡിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് മാത്രമേ സപ്ലൈ ഉണ്ടാകാൻ പാടുള്ളൂ. അതെ, ഇല്ല കിട്ടാനുണ്ടാകരുത്. അങ്ങനെ പുതിയൊരാൾ, ഇപ്പോൾ സാറിനെ കേൾക്കുന്ന ആളുകളിൽ യുവ സംരംഭകർ, പുതിയൊരാൾ ഒരു പുതിയ ബിസിനസ് ഏതുമായിക്കോട്ടെ, ഏതൊരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട 3-4 പോയിന്റ്സ് ചോദിച്ചാൽ എന്തായിരിക്കും ആദ്യം പറയാം? ഒരു കല്യാണം വിജയിക്കുന്നത് സാധാരണഗതിയിലെ പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സായിട്ടുള്ളവരാണെങ്കിലും പല ഫ്രണ്ട്സ് കാണും. അപ്പം നമുക്ക് യോജിച്ച നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മളൊരു 10-20 ബിസിനസ് കണ്ടിട്ട് അതിനകത്ത് എൻ്റെ സുഹൃത്ത് തുടങ്ങി, മറ്റൊരാൾക്ക് ഭയങ്കര ലാഭമാണ്, അവിടെ നാരങ്ങ വെള്ള കച്ചവടം, ജ്യൂസ് കച്ചവടം ഭയങ്കര ഇതാണ്, ഞാൻ അതിൻ്റെ കോപ്പി ക്യാറ്റായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. മോസ്റ്റ് ഓഫ് കോപ്പിയാണ്. ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് സക്സസ് ആയാൽ അത് തന്നെ വേറൊരാളും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രധാന ബിസിനസ്സെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു 200 പേജിൻ്റെ ബുക്ക് എടുത്ത് വെക്കുക. നമ്മുടെ അറിവിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. മിനിമം 100 എണ്ണം വേണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കാം, ChatGPT നോക്കാം, ഗൂഗിളിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ഏറ്റവും നല്ല മിനിമം ഒരു 100 ബിസിനസ് നമുക്ക് ചെയ്യാവുന്നത്. 100 കഴിഞ്ഞ് പോകുവാണെങ്കിൽ ഇതിങ്ങനെ നോക്കിയിട്ട് ഏറ്റവും യോജിച്ച 100 ബിസിനസ്, എന്നിട്ട് നമ്പർ ഇട്ടാൽ പോകും 100 വരെ. അപ്പോൾ 1ഉം 2ഉമായിട്ട് കമ്പയർ ചെയ്യണം, 2ഉം 3ഉമായിട്ട് കമ്പയർ ചെയ്യണം, 3ഉം 4ഉമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ തീരെ സാധ്യത കമ്പയർ ചെയ്യുമ്പോൾ താഴെ പോകുന്ന ബിസിനസ് വെട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു 50 ആയിട്ട് ചുരുങ്ങും സാധ്യത. 50 വീണ്ടും കമ്പയർ ചെയ്യും, വീണ്ടും കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും അവസാനം ഇതൊരു 3-4 ഒക്കെ വരും. അന്നേരം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ സ്റ്റഡി ചെയ്യും. അങ്ങനത്തെ ബിസിനസ്സുകളിൽ പോകും. അങ്ങനത്തെ ബിസിനസ് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ പോകും, ആന്ധ്രയിലുണ്ടെങ്കിൽ ആന്ധ്രയിൽ പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി ആ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത് പഠിച്ച്, നമ്മളിപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന ഒരു ഫേമിന് കൊടുത്തിട്ട് കാര്യമില്ല, നേരിട്ട്. ഇപ്പോൾ എൻ്റെ സ്ഥാപനം മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് എത്ര പൈസ തരാമെന്ന് പറഞ്ഞൊന്നും നമ്മൾ എടുക്കത്തില്ല. ആ സമയത്ത് ആ ആന്ത്രപ്രണറും കൂടെ ഇരിക്കാം, അയാളുടെ അനുഭവം അത് ടെക്നിക്കലി എങ്ങനെ ആക്കിയെടുക്കാം, മാർക്കറ്റ് സ്റ്റഡി ആക്കിയെടുക്കാനായിട്ട് ഞങ്ങളുടെ ബിസിനസ് കോച്ചും അതോടൊപ്പം അവർ കൂടെ ഒന്നിച്ചിരുന്നിട്ടാണെങ്കിലും മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം 2-3 ബിസിനസ് അതിനകത്ത് തന്നെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് നമുക്ക് എത്ര കൺട്രിയിൽ വിൽക്കാൻ പറ്റും, ഓൺലൈനിൽ വിൽക്കാൻ പറ്റുമോ, ഇങ്ങനെ പിന്നെ അതിന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ചാൻസ്. അപ്പം എല്ലാം നല്ല ബിസിനസ്സാണ് 3 ബിസിനസ്. അതിനകത്ത് ഭയങ്കര സാധ്യത, ഏതിനാണ് റിസ്ക് കുറവ്, അപ്പോൾ ലീസ്റ്റ് റിസ്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അപ്പം നമ്മുടെ അടുത്താണ് നമ്മുടെ കോച്ച് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും.
അതല്ലെങ്കിൽ വേണമെന്നില്ല, നമുക്ക് ചെറിയ ബിസിനസ് ആണെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പമ്പിങ് മണി ടു ബിസിനസ് ആണല്ലോ. അല്ല, നമ്മൾ ഈ ബിസിനസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബിസിനസ് കൊണ്ട് പലരുടെ അടുത്തും പോയി ചോദിക്കാം, ബിസിനസ് ചെയ്യുന്ന പലരോടും ചോദിക്കാം, അതിൻ്റെ വരുമാനങ്ങളെല്ലാം ചോദിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ആ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ നല്ലൊന്ന് ആ ബിസിനസ്സിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗങ്ങളെല്ലാം നമ്മൾ റീസർച്ച് ചെയ്യണം, അത് ഡോക്യുമെൻ്റ് ആക്കണം. ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നമ്മൾ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് റീസർച്ച് എന്ന് പറഞ്ഞ് ശരിക്കായി. എത്ര ടൺ പ്രൊഡക്റ്റ് പോകും, എത്ര കോടിയുടെ പ്രൊഡക്റ്റ് പോകും, എത്ര എംപ്ലോയീസ്, എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കണം. അപ്പോൾ ആ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ടൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. അത് പലരും ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിക്കുക, നമ്മളായിട്ട് യാതൊരു ബന്ധമോ. ഇപ്പോൾ യങ്ങർ ജനറേഷൻ ആണെങ്കിൽ അത് നെറ്റിൽ നിന്നൊക്കെ പഠിച്ച്, ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻറ്റിൻ്റെ അടുത്തൊക്കെ കൂടി ചിലപ്പോൾ 2-3 മാസമൊക്കെ എടുത്ത് ഈ ബിസിനസ്സിൻ്റെ എല്ലാ കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും പഠിച്ച് ഒരു 120 പേജിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും. അപ്പോൾ അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ആർക്ക് കണ്ടാലും. അതായത് ഇതിനകത്തുനിന്ന് ലോകത്ത് നെറ്റിൽ നിന്നാണെങ്കിലും ശരി, പുസ്തകങ്ങളിൽ നിന്നാണെങ്കിലും ശരി, ഈ ബിസിനസ്സുമായിട്ട് ചേർന്നത് എല്ലാം അതിനകത്ത് വരും. അതിനകത്ത് റിസ്ക് പറഞ്ഞേക്കും, ഇങ്ങനെ റിസ്ക് മെഷർ ചെയ്യുന്ന രീതി പറഞ്ഞേക്കും, ഷോർട്ട് അനാലിസിസ് ചെയ്യും, ഇതെല്ലാം അതിനകത്ത് ചെയ്തേക്കും. ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ലാസ്റ്റ് കണക്കൂട്ടി ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്ര ശതമാനം പ്രോഫിറ്റ് വരും, സ്കെയിലപ്പ് ചെയ്യുമ്പോൾ എത്ര. ചില ബിസിനസ് കണക്കൂട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് 50%, 60% പ്രോഫിറ്റ് കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു പിച്ച് ഡെക്ക്. പിച്ച് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി സംസാരിക്കുന്നതിനാണ് പിച്ച് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഈ പിച്ച് ഡെക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഡെക്ക് എന്ന് പറയുന്നത് പണ്ട് പോലെ ഒരു സ്ലൈഡ് വെച്ച് പറയുന്നതിനുള്ളത്, പിച്ച് ഡെക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 15-16 സ്ലൈഡാണ് സ്റ്റാൻഡേർഡ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളോട് പറഞ്ഞു കഴിയണം. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ താല്പര്യം വരാൻ ചാൻസ് ഉള്ള ഒരു 10-100 പേരോടെങ്കിലും പറയണം. ആദ്യത്തെ ഒരു 10-20 വരെയൊക്കെ ചീറ്റിപ്പോകും. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾക്ക് പാളിച്ചകളനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നല്ലതുപോലെ ഒരാളടുത്ത് അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ആളത് പറയുമ്പോൾ ഒന്ന് ബെറ്റർ ചെയ്യണം. അതെ, അങ്ങനെ നമ്മൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ പല ആൾക്കാരും പറയും ഞാനിതിൽ കൂടാ, എന്നെ കൂടെ കൂട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിവും ഐഡിയാസും നടത്തിപ്പ്. ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് പണം പമ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതിനൊരു ബുദ്ധിമുട്ട്, ഐഡിയ ഇല്ല എന്നുള്ളതാണ്. നല്ല ബിസിനസ് ഐഡിയാസ് വരുന്നില്ല എന്നുള്ളതാണ്, സൂപ്പർ ഐഡിയാസ് ഇല്ല എന്നുള്ള. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം പമ്പ് ചെയ്യുന്നവർ കൊണ്ടുപോകല്ല, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ട്രക്ചറിലാണ്. അതിനൊരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ കൃത്യമായിട്ട് അനുസരിച്ച് അങ്ങ് പോയാൽ മതി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് ബിസിനസ്സിന് അതിനകത്തൊന്നും ഒരു റിസ്ക്കും ഇല്ല. ഇല്ലാതെ 2-3 പേര് മനസ്സുകൊണ്ട് അടുത്തിട്ട് ചെയ്യേണ്ടതല്ല ബിസിനസ്. അത് നമ്മളൊരു വ്യവസ്ഥയാക്കി രേഖയാക്കണം. സൗഹൃദങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അതൊരു ഹണിമൂൺ കാലത്തേക്കുള്ള ബിസിനസ്സാണ്, ഉറപ്പായിട്ടും അത് പൊളിയും. എത്ര ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടി, അപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ കൂടി ബിസിനസ്സിലേക്ക് വരുമ്പോൾ 2 ബിസിനസ് മാൻ, 2 വ്യാപാരികളാണ്. അല്ല, അതിപ്പോൾ ഒരു കാര്യമാണ്. 2 ബ്രദേഴ്സ് നമ്മൾ ചെയ്യുക, നല്ല ബിസിനസ് ഫ്ലറിഷ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബ്രദർ ആക്സിഡൻറ്റ് പറ്റി മരിച്ചു, ഫണ്ടും ഒത്തിരിയുണ്ട്. പിന്നെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് ഈ മരിച്ച ബ്രദറിൻ്റെ ഭാര്യയുടെ സ്വന്തക്കാരാണ്. മരിച്ച ആൾ കഥയൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ കൾച്ചറിനകത്ത് ഈ ബ്ലാക്ക് മണി, ബ്ലാക്കിൽ രേഖപ്പെടുത്താതെ അടയാളപ്പെടുത്താതെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നത് മുഴുവൻ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ വിട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് ചിലവാക്കാം. ടാക്സൊക്കെ കൊടുത്ത് ചെയ്യണം. അപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര ഫണ്ട് വേണമെങ്കിലും, ഫണ്ടിൻ്റെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഫണ്ട് കിട്ടുന്ന രീതിയിൽ. അപ്പം ഈ നമ്മൾ നമ്പർ 2 അക്കൗണ്ടൊന്നും ചെയ്തുകൊണ്ടിരുന്നിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യത്തേ ഇല്ല. അപ്പോൾ എപ്പോഴും നമുക്ക് അപ്പോൾ ചോദിക്കുന്നത് അത്ര കുറയുമല്ല, അത് കുറയുമല്ല, നമുക്ക് അത്രയും ബിസിനസ്സോട് ചെയ്യാൻ. സാർ പറഞ്ഞതിനൊരു ഡൗട്ട് ചോദിക്കണം. നമ്മൾ സാധാരണ പറയാം ബ്ലാക്ക് മണി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുമ്പോഴാണ് മോർ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. കാരണം അക്കൗണ്ടബിൾ ആകുമ്പോഴേക്കും അതിൻ്റെ ടാക്സ് ഇഷ്യൂ, GST പ്രോബ്ലംസ് ഒക്കെ വരുന്നു. ബ്ലാക്ക് മണിയാണ് പകുതി വൈറ്റും പകുതി ബ്ലാക്കുമായി ചെയ്യുമ്പോഴാണ് മോർ പ്രോഫിറ്റബിൾ ആവുന്നൊരു തെറ്റാണ്, അബ്സല്യൂട്ടായിട്ട് തെറ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ GST 18%, ഇപ്പോൾ നമ്മുടെ കമ്പനിക്കകത്താണെങ്കിലും ട്രെയിനിങ് വന്നാൽ 18% GST കൊടുക്കുന്നുണ്ട്. 18% ആണെങ്കിൽ നമുക്ക് 18 ആകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി അസംസ്കൃത സാധനങ്ങൾ വാങ്ങിച്ചതോ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെ എല്ലാം ഇൻപുട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇൻപുട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതങ്ങ് പെട്ടെന്ന് കുറയുക, ഒരു 8%, 9%-നകത്ത് നിൽക്കുന്ന. അപ്പോൾ GST കൊടുത്ത് ചെയ്യുകയാണ് നല്ലത്. എന്തുകൊണ്ടും എന്തായിരിക്കും അതിൻ്റെ ഒരു GST കൊടുത്ത് ചെയ്യുന്നതിൽ കൂടുതൽ ഒരു സേഫ്റ്റി ഉള്ളത്? അല്ലെങ്കിൽ ബിസിനസ് ഒരു എക്സാമ്പിൾ പറയാം. കേരളത്തിൽ ഒത്തിരി ചെറുകിട ഹോട്ടൽസ് ചെയ്യുന്നത്
അവർ ഈ പലതും GST കൊടുത്തിട്ടായിരിക്കത്തില്ല. നമ്മുടെ നിന്ന് GST വാങ്ങിച്ചാലും ചെയ്യാതെ വാങ്ങിക്കുന്ന കുറേ സംഭവമുണ്ട്. അവർ വലിയ അപകടത്തിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ ഹോട്ടലിൽ വിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഹോട്ടലിന് വിലയിടുന്നത് ആ ഹോട്ടലിൽ കഴിഞ്ഞ 5 വർഷം വന്നിട്ടുള്ള ഇൻകത്തിന് ഈക്വലൻ്റ് ആയിട്ടാണ് വില കൂട്ടുന്നത്. അപ്പോൾ ഒരു വർഷം എല്ലാം കൂടെ 90 കോടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ വില ഇടുമ്പോഴത്തേക്ക് ഏതാണ്ട് നമുക്കൊരു 450 കോടി ഇടും. പക്ഷേ നമ്മളത് അതിനകത്തൊരു 35 കോടി അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഹോട്ടലിൽ എത്ര വില വീഴും? താൽക്കാലിക ലാഭത്തിന് വേണ്ടി ബ്ലാക്ക് ആക്കി ചെയ്താലും അത് അബ്സല്യൂട്ട്ലി. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ 10% ടാക്സ് ഒതുക്കാനായിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒതുക്കാനായിട്ട് ചെയ്യും 10%. പക്ഷേ അത് കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി നമ്മൾ ആ വർഷം തന്നെ ആരെങ്കിലും ഇരട്ടി വില പറഞ്ഞു. ഈ പ്രോപ്പർട്ടി അങ്ങ് വിൽക്കുമ്പോഴത്തേക്കും എത്രയാണ് 32% ക്യാപിറ്റൽ ഗെയിൻസ് പോകും. പക്ഷേ ഇത് 10% കൊടുത്തിരുന്നെങ്കിലോ അത്രയും കുറയുക, ലാഭം കൂടുകയാണ്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞത് നമ്മൾ കുറച്ച് ഡൈവേഷനായി. ഈ ബിസിനസ് നമ്മൾ സെലക്ട് ചെയ്യും, ഏറ്റവും നല്ല നമ്മൾ സെലക്ട് ചെയ്ത ബിസിനസ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫണ്ടിങ്ങിന് ആളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും ഫണ്ടിങ്ങിന് ആളെ കണ്ടെത്തുമ്പോൾ എത്ര പണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം? ഓരോ ബിസിനസ്സിൻ്റെ സ്കെയിൽ അനുസരിച്ച് ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്യാപിറ്റൽ മണിയാണ് വരുന്നത്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ തോത് അറിയാതെ എത്രയും പണം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് പണം? ഒട്ടും പൈസ കൂടി പോകരുത്, ഒട്ടും പൈസ കുറഞ്ഞു പോകരുത്. നമ്മളിപ്പോൾ ഫണ്ട് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഒരു പർപ്പസിന് വേണ്ടി എടുക്കാവും. ഒരിക്കലും നമ്മൾ ഫണ്ട് കിട്ടിയെന്ന് വെച്ചിട്ട് വാഹനം വാങ്ങിക്കുകയോ വേറൊന്നും മാറ്റുകയോ ഒന്നും ചെയ്യരുത്. ആ പർപ്പസിന് വേണ്ടി മാത്രമേ എപ്പോഴും ഉപയോഗിക്കുക. ആ ഫണ്ട് ബിസിനസ്സിൻ്റെ ഫണ്ടാണ്. ഓക്കെ, ഇപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ലോൺ എടുക്കും ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളൊരു 10 കോടി ഒരു ബിസിനസ്സിന് ലോൺ എടുത്തിട്ട് അതിൽ പകുതി വേറെ എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്ത് ചിലവാക്കുന്നു, ഇതിന് കുറച്ച് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ റോളിംഗ് എന്ന സാധാരണ ബിസിനസ്സുകാർ ഇനി പറയും. ഈ റോളിംഗ് ഓഫ് മണി ഇൻ ബിസിനസ് അത് എത്രത്തോളം റിസ്ക്കാണ്? ഈ റോളിംഗ് പോലെ ഒരു 10-40 അരുതായ്മകളുണ്ട് ബിസിനസ്സിനകത്ത്. ഓക്കെ, ആ അരുതായ്മകൾ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ടാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ബിസിനസ് ഇന്നല്ല നാളെ ആണെങ്കിലും പൊളിയും. നമ്മളിപ്പോൾ ഒരു ഡാം കെട്ടുമ്പോൾ ആ ഡാം കിട്ടുന്ന ആ സിമെൻറ്റും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയ കോൺക്രീറ്റിനൊരു എഞ്ചിനീയറിങ്ങിനകത്തൊരു അനുവാദമുണ്ട്. നമ്മളത് കറക്റ്റാണ് ഉപയോഗിച്ചേക്കുന്നതെങ്കിൽ എത്ര വെള്ളം വന്നാലും കോൺക്രീറ്റ് പൊട്ടത്തില്ല. അതേസമയം നമ്മൾ അതിനകത്ത് മായം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടും. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുക, 8 കോടിക്ക് എനിക്ക് ഈ ബിസിനസ്സിന് വേണ്ടി ലോൺ കിട്ടി, അതിന് പകുതി എടുത്ത് ഞാൻ വേറൊരു ബിസിനസ് തുടങ്ങിയാൽ എനിക്ക് അറ്റ് എ ടൈം 2 ബിസിനസ് ആവുകയാണ്, 2 ഇൻകം ആവുകയാണ്. തെറ്റ്. ഇതോടുകൂടി ഇയാളുടെ ക്രെഡിബിലിറ്റി പോകും, ഇയാൾ പിന്നെ ചെന്നാൽ പൈസ കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം പ്രോഫിറ്റബിലിറ്റി കുറയും, ഇയാളുടെ ശ്രദ്ധ പോകും. ഈ ആദ്യം ബിസിനസ് തുടങ്ങുന്ന ഒരു 2-3 ബിസിനസ് ഒന്നും തുടങ്ങരുത്. ആദ്യം ഒരു ബിസിനസ് തിരഞ്ഞെടുക്കാമല്ലോ. തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ വന്നപ്പം പെട്ടെന്ന് ഒരു ബിസിനസ് ആദ്യത്തെ ബിസിനസ്സുകാരല്ല, സ്വാഭാവികമായിട്ടും നമ്മളെ നിലനിൽക്കുന്ന ബിസിനസ്സുകാർ ചെയ്യുന്നൊരു കാര്യം പറയുന്നത്. ഒരാൾ ബിസിനസ്സിന് വേണ്ടി പണം എടുക്കുന്നു, ആ പണം ഉപയോഗിച്ച് പല ബിസിനസ്സുകൾ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണല്ലോ. ബാങ്കിൽ നിന്ന്, പ്രത്യേകിച്ച് ബാങ്കിൽ നിന്ന് ഇഷ്ടംപോലെ ലോണുകൾ കിട്ടാനുള്ള അവസരമുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി, കേരളത്തിലെ ബാങ്കുകളുടെ NBAയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. എത്ര ഹോട്ടൽസ്, എത്ര സ്ഥാപനങ്ങൾ നമുക്ക് പകുതിക്ക് താഴെ വിലയ്ക്ക് നമുക്ക് കിട്ടാനായിട്ടുണ്ട്. ബാങ്ക് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ലേലം വിളിച്ചിട്ട് ആളെ കിട്ടാത്ത എസ്റ്റേറ്റുകളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ റൂള് തെറ്റിച്ചിട്ടുള്ളതാണ്, ഫണ്ട് എടുത്ത് മറിച്ചിട്ടുള്ളതാണ്. ഫണ്ട് എടുത്തിട്ട് മറിക്കാതെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ടാക്സ് കൊടുത്ത് ചെയ്യുകയാണ്. അതായത് ഇൻ ദ ബിസിനസ്സും ഓൺ ദ ബിസിനസ്സും ഉണ്ട്. ഇൻ ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കട അവിടെ നിന്ന് നടത്തുക. ആ ബിസിനസ്സുകാരൻ വളരത്തില്ല, ഒരു മിനിമത്തിൽ അങ്ങ് പോകത്തേ ഉള്ളൂ. കാരണം എല്ലാം അയാൾ നോക്കുക. ഓൺ ദ ബിസിനസ് അങ്ങനെയല്ല. ഓൺ ദ ബിസിനസ് അകത്ത് മുഴുവൻ നല്ല പ്രൊഫഷണൽസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്, നിയമം അനുസരിച്ചുകൊണ്ട്. ഇയാൾ കടയ്ക്കകത്ത് വരത്തേ ഇല്ല. കേരളത്തിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള പല ബിസിനസ്സുകാരെ നോക്കുവാണെങ്കിൽ അവരൊന്നും അവരുടെ ബിസിനസ്സിനകത്ത് കയറി നിൽക്കത്തില്ല. അപ്പം നമ്മുടെ ഈ എല്ലാ ജോലിക്കും ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയും. അപ്പം ഞാനൊരു ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടെയാണ്. അപ്പം ഞാൻ നോക്കി കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഈ റെപ്യൂട്ടേഷൻ ഇവിടെ മാത്രമല്ല, ആരും ഇവിടെ പുറത്ത് പറഞ്ഞ് പരത്തണ്ട. ഇത് പുറത്തുനിന്ന് വരുന്ന കമ്പനികളൊക്കെ അറിഞ്ഞിട്ട് നിവർത്തി കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ നോക്കും ഡോക്യുമെൻറ്റേഷൻ. കാരണം എന്താ, ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സുമാനും ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. ഗ്ലോബലി എനിക്ക് തോന്നുന്നു ChatGPT-യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രാക്ടീസസ് 10-32 ഇപ്പം തന്നെ കിട്ടും. നമ്മുടെ ബിസിനസ്സിനകത്ത് ബെസ്റ്റ് പ്രാക്ടീസസ് നടത്തും, ക്ലയൻറ്റിനെ റീറ്റെയിൻ ചെയ്യുന്നതിനും ടാക്സ് കൊടുക്കുന്നതിനും എല്ലാം. വൻ കമ്പനികൾ ഇതെല്ലാം കൊടുത്തിട്ടല്ലേ അവർ ഇറക്കുമതി ചെയ്യുമ്പോൾ 1 രൂപ അവർ അണ്ടർ ബില്ല് ചെയ്യത്തില്ല.
പല എസ്റ്റാബ്ലിഷ് കമ്പനിയുടെയും പിന്നെ കൺസൈൻമെൻറ്റ് വരുമ്പം കസ്റ്റംസുകാർ ഒന്നും നോക്കാറില്ല. കാരണം അവരുടെ ചരിത്രത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത്രയും കാലത്തിനകത്ത് അവർ ചെയ്തിട്ടില്ല. ആ സമയത്ത് സ്ഥിരം കള്ളത്തരം കാണിക്കുന്ന കമ്പനിയെ മാത്രമേ അവർ നോക്കാറുള്ളൂ. കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന കമ്പനികൾ അത് ഒരുപാടുണ്ട്. സത്യസന്ധമായ ഓണസ്റ്റി എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ അസറ്റ്. ഈ വരുന്ന പണത്തെ കഴിഞ്ഞൊക്കെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. ഒരു വ്യക്തി നല്ല ഐഡിയ ഉണ്ട്, പണമുണ്ട്, അയാൾ നേരിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾക്ക് നേരിടാൻ സാധ്യതയുള്ളത്. ഈ മറ്റ് പല രാജ്യങ്ങളിലും മദ്യപിക്കുന്നത് നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന പോലെ അല്ല. പെണ്ണുങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് 30 ml നഷ്ടത്തിലേക്ക് പോകാൻ, ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ളൊരു മേഖല ഈ റോളിംഗ് അല്ലാതെ മറ്റെന്തെങ്കിലും. സിംഗിൾ വിൻഡോയിൽ ചീഫ് സെക്രട്ടറി വരുമ്പോഴും ആ മീറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം റെഡിയാണ്. അനിൽ ബാലചന്ദ്രൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഈ ബിസിനസ്സുകാരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഇതെല്ലാം നടത്തി നമ്മളിതിന് ഫീസ് വാങ്ങിച്ചോട്ടെ, സർക്കാർ ചെയ്തോട്ടെ. അങ്ങനൊരു ഏജൻസിയെ